ഹലോ ഡിയർ സ്റ്റുഡൻസ്, LBS പോർട്ടലിൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ കറക്ഷൻ ചെയ്തിട്ട് ഇതുവരെ അപ്ഡേറ്റ് ആയി കാണുന്നില്ലേ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കായാണ്. പല സ്റ്റുഡൻസും ഇപ്പോൾ ചോദിക്കുന്ന ഒരു കോമൺ ഡൗട്ടാണിത്. നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും റെക്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കറക്ഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ അപ്ഡേറ്റഡ് സ്റ്റാറ്റസ് പോർട്ടലിൽ ഇതുവരെ കറക്റ്റഡ് കാണിക്കുന്നില്ല എന്ന് കംപ്ലൈൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഉടൻ തന്നെ റിഫ്ലക്റ്റ് ചെയ്യണമെന്നില്ല. അതിന് ചില കാരണങ്ങളുണ്ടാവാം. ഫസ്റ്റ് റീസൺ മാനുവൽ വെരിഫിക്കേഷനാണ്. നിങ്ങളിപ്പം ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും കറക്ഷൻ രീതിയിലുള്ള കറക്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒഫീഷ്യലി റെക്ടിഫൈ ചെയ്യേണ്ടി വരാം. അതുകൊണ്ട് സബ്മിഷൻ ചെയ്ത ഉടനെ സ്റ്റാറ്റസ് ചേഞ്ച് ആവണമെന്നില്ല. സെക്കൻഡ് റീസൺ, നിങ്ങൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പഴയ ബ്രൗസർ ഡാറ്റ അല്ലെങ്കിൽ ക്യാഷ്ഡ് പേജ് ആയിരിക്കും നിങ്ങൾ കാണുന്നത്. അതുകൊണ്ട് അപ്ഡേറ്റ് ചെയ്തിട്ട് പഴയ ഡീറ്റെയിൽസ് തന്നെ കാണാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ലോഗ് ഔട്ട് ചെയ്തിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക. അതിനുശേഷം ബ്രൗസർ ക്യാഷ് ക്ലിയർ ചെയ്യുകയോ അല്ലെങ്കിൽ ഇൻകോഗ്നിറ്റോ അല്ലെങ്കിൽ പ്രൈവറ്റ് വിൻഡോ ഉപയോഗിച്ചിട്ട് വീണ്ടും പോർട്ടൽ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ വേറൊരു ഡിവൈസ് അല്ലെങ്കിൽ ബ്രൗസറോ യൂസ് ചെയ്തിട്ട് ഒന്നും കൂടെ ലോഗിൻ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക. വേറൊരു റീസൺ ബാച്ച് പ്രോസസ്സിംഗ് ആണ്. അതായത് LBS പോർട്ടലിൽ ഒരുപാട് സ്റ്റുഡൻസ് അപ്ലിക്കേഷൻ ഒരേ സമയം പ്രോസസ്സ് ചെയ്യേണ്ടി വരുന്നതിനാൽ ചില അപ്ഡേറ്റ്സ് ബാച്ച് വൈസായിട്ട് സിസ്റ്റംസിൽ അവർ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കറക്ഷൻ സബ്മിറ്റ് ചെയ്ത ഉടനെ തന്നെ സ്റ്റാറ്റസ് മാറിയില്ലെന്ന് കരുതി നിങ്ങളാരും പാനിക് ആവേണ്ടതില്ല. എന്തെന്ന് വെച്ചാൽ കുറേ സ്റ്റുഡൻസ് ഇത് സെയിം കംപ്ലൈൻറ്റ് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തല്ലോ. LBSന് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അതായത് ആദ്യം കൺഫേം ചെയ്തിട്ടുണ്ടാവണം. പിന്നെ രണ്ടാമത് നിങ്ങൾ കറക്ഷൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ റിമാർക്സിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിലുള്ള മെസ്സേജ് വന്നിട്ടുണ്ടോ എന്നുള്ളത് കൂടെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇതുവരെ ആർക്കും തന്നെ കറക്ഷൻ വന്നിട്ടില്ല എന്നാണ് അറിഞ്ഞത്. ആർക്കെങ്കിലും കറക്ഷൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും കറക്ഷൻ റെഡിയായി, നിങ്ങൾക്ക് മാത്രം റെഡിയാവുന്നില്ല എന്നുള്ള കേസിൽ മാത്രം നിങ്ങൾ വെറി ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് LBS സെൻറ്ററിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉപയോഗിച്ചിട്ട് നേരിട്ട് ക്ലാരിഫിക്കേഷൻ ചോദിക്കാൻ. അപ്പോൾ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കോൺടാക്റ്റ് നമ്പർ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വേറെ കുറച്ച് ഡൗട്ട് കണ്ടത്, നമ്മൾ ഓൾറെഡി അപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം കറക്ഷൻ ടൈമിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, കൺഫർമേഷൻ കൊടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇത് ക്യാൻസലായി പോകുമോ എന്നുള്ള കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ഓൾറെഡി അപ്ലിക്കേഷൻ ടൈമിൽ എല്ലാ സർട്ടിഫിക്കറ്റും നിങ്ങളുടെ അപ്ലിക്കേഷനും കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കറക്ഷൻ്റെ ഒരു മെസ്സേജും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കറക്ഷൻ പ്രൊവിഷണലി ആക്സെപ്റ്റഡ് ആണ് എന്ന് കണ്ടാൽ പിന്നെ അതിൽ പേടിക്കേണ്ട കാര്യമില്ല, അത് മതി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് നിങ്ങളുടെ റാങ്ക് വന്നോളും. അടുത്തത് ടോക്കൺ ഫീസിനെ കുറിച്ചാണ് പറയുന്നത്. ടോക്കൺ ഫീസിനെ കുറിച്ച് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് നടക്കുന്ന സമയത്ത് തന്നെ മെയിൻ അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞല്ലോ. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ സെലക്ട് ചെയ്തതിൽ ഇഷ്ടമില്ലാത്ത കോളേജ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ കോളേജ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ടോക്കൺ ഫീ അടച്ചിടുക. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡിലോ തേർഡിലോ കിട്ടുന്ന കോളേജ് ആണ് അഡ്മിഷൻ എടുക്കുന്നതെങ്കിലും ഈ ടോക്കൺ ഫീ ഇപ്പോൾ അടച്ചിട്ടാൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ടോക്കൺ ഫീസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവും. ഒരു തവണ നിങ്ങൾ ടോക്കൺ ഫീ ഒരു തവണ മാത്രം അടച്ചാൽ മതി. ടോക്കൺ ഫീ അടച്ചില്ലെങ്കിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ലിസ്റ്റിൽ നിന്ന് പുറത്താക്കപ്പെടും. അതുകൊണ്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം. നിങ്ങളുടെ LBS സൈറ്റിൽ സെയിം സൈറ്റ് വഴി ഓൺലൈനാണ് ക്യാഷ് അടയ്ക്കേണ്ടത്. 25,000 ആണ് ജനറൽ കാറ്റഗറിക്ക്. SC/ST സ്റ്റുഡൻസിന് 1,000 റുപ്പീസാണ് വരുന്നത്. പിന്നെ OBC ഒക്കെ ആണെങ്കിലും 25,000 തന്നെയാണ് ഫീസ് അടയ്ക്കേണ്ടത്, ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടത്. ലാസ്റ്റ് ഇയർ 25,000 ആയിരുന്നു. ഈ വർഷം ഇനി അവർ റേസ് ചെയ്യുമോ എന്നുള്ളത് നമുക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സിനും ഇൻഫർമേഷൻസിനായിട്ട് നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.